അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഒന്നും വച്ചേക്കില്ല ഞാൻ. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ പാതിൽ ചവിട്ടി തന്നെ അങ്ങനെ രക്ഷിക്കും. എടാ ചെന്ന അയാൾ രക്ഷയ്ക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ കാശ് പോവും. ഇങ്ങോട്ട് മാറിക്കടേ. ജ്യോതി സുധേട്ടാ, സുധേട്ടാ എന്താ കാണിക്കുന്നത്? ഇനി നമ്മളിവിടെ നിൽക്കണ്ട, അകത്താവും. അതെ, പോലീസ് വന്ന നമ്മൾ തൂങ്ങും. വണ്ടി എടുക്ക്, കേറടാ. എന്ത് പണിയാ സുധേട്ടാ നിങ്ങൾ ഈ കാണിച്ചത്? അച്ഛനിങ്ങനെ വിഷമിക്കല്ല അച്ഛ, നമുക്ക് എല്ലാം ശരിയാക്കാം. ശരിയാവത്തില്ല. ആ മരിനി മരും. ആ രംഗനാഥൻ ചെട്ടിയാര് കണ്ണിൽ ചോരയില്ലാത്തവരാ. എന്നാലും ഇത്രയും പണത്തിന് ഞങ്ങൾ അറിയാത്ത നിങ്ങൾ പോയി ജാമ്യം നിന്നല്ലോ മനുഷ്യ. പറ്റിപ്പോയി, വിശ്വസിച്ചു പോയി. എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ച ആ കൂട്ടുകാരനിപ്പോ എവിടെ? മമ്മി, അച്ഛനെ ഇപ്പൊ ഒന്നും പറഞ്ഞിങ്ങനെ കുത്തു നോവിക്കല്ല. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഉണ്ടാക്കിയാ മതി. എന്താ അച്ഛാ ഇതൊക്കെ? അച്ഛന് പറ്റിപ്പോയി മോളെ. കരയല്ല, കരണ്ട. ഇനി ഇങ്ങനെ ഒന്നും കാണിക്കല്ല അച്ഛാ. ശമിക്കല്ലേ മോളെ. കേട്ടോ, എന്തിനിപ്പോ വണ്ടി നിർത്തിയേ? നിങ്ങളോ? അതെ, ഞാൻ തന്നെ. നിങ്ങൾ എന്താ ഫാൻസി ഡ്രസ് കളിക്കുകയാണോ? ഞാൻ എന്താ ചെയ്തതെന്ന് ഇത് കാണുമ്പോ നിനക്ക് മനസ്സിലാവും. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? ആ ചെട്ടിയാരെ കൊണ്ട് നിങ്ങളാണോ ഇതൊക്കെ ചെയ്യിച്ചത്? ഞാൻ വിചാരിച്ചാൽ ഇവിടെ എന്തു വേണമെങ്കിലും നടക്കുമെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഓ, അത് ശരി. അപ്പൊ ഈ നാടകത്തിന് പിന്നിൽ നിങ്ങളായിരുന്നു? അതെ, രംഗരാജൻ ചെട്ടിയാരെ കൊണ്ട് ഈ നാടകം കളിപ്പിച്ചത് ഞാൻ തന്നെയാ. എന്തിന്? എന്തിനു വേണ്ടി നിങ്ങൾ ഇതൊക്കെ ചെയ്തേ? ഇത് മാത്രമല്ല, നിന്റെ അച്ഛനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിപ്പിച്ചതും ഞാനാണ്. ഇത്രയ്ക്ക് ദുഷ്ടനാണോ നിങ്ങള്? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. എന്റെ ലക്ഷ്യം എനിക്ക് സാധിച്ചേ തീരൂ. അതിന് നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അത് നേടിയെടുക്കും? നിന്നെ എന്റെ കൂടെ നിർത്താൻ എനിക്കിതല്ലാതെ വേറൊരു മാർഗവുമില്ല. ഹേയ്, ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ ഇതുപോലെ ഇനിയും എനിക്ക് നിന്റെ കുടുംബത്തെ ദ്രോഹിക്കേണ്ടി വരും. ഇപ്പൊ കണ്ടില്ലേ, 50 ലക്ഷം രൂപയ്ക്കുള്ള ജാമ്യമാണ് നിന്റെ അച്ഛൻ രംഗരാജൻ ചെട്ടിയാർക്ക് എഴുതിക്കൊടുത്ത
ഈ പേപ്പറിലുള്ളത്. ഈ പേപ്പർ വെച്ച് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു പാവപ്പെട്ട കുടുംബത്തെയാ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. നിങ്ങൾക്ക് അമരാവതി വീട്ടിൽ കയറി റെയ്ഡ് ചെയ്ത് തെളിവുകളൊക്കെ പിടിച്ചെടുത്താൽ എന്താ? നിങ്ങൾ ആരെങ്കിലും തടയൂ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ CBI ഓഫീസറല്ലേ? ആ വീട്ടിൽ കയറാനോ അവിടെ ഉള്ളവരിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനോ നിങ്ങൾക്ക് എന്താ ഇത്ര മടി? നിങ്ങൾക്കെന്താ അത് സാധിക്കൂലേ? പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾ മടിക്കുന്നേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും നിങ്ങൾ CBI ഓഫീസർ തന്നെയാണോ? അതോ CBI ഓഫീസർ ചമഞ്ഞു നടക്കുന്ന വല്ല കള്ളനോ? പാവം എന്റെ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? നിങ്ങൾ എന്റെ അച്ഛന്റെ ജോലി കളയിച്ചു. ഏതോ ഒരു സുഹൃത്ത് വാങ്ങിയ കടത്തിന് ഇപ്പൊ സകല മുദ്രപത്രങ്ങളും എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചു. ഇത്രയ്ക്ക് ദ്രോഹം നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ചെയ്ത്? ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു ലക്ഷ്യം എന്റെ മുന്നിലുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ പലതും ചെയ്യേണ്ടി വരും. എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. ഇനി പറ, നീ എന്റെ കൂടെ നിൽക്കുമോ അതോ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുവോ? എനിക്കറിയില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. നിങ്ങൾ പറയും പോലെ DK അത്രയ്ക്ക് വലിയൊരു കുറ്റവാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് DK നിനക്ക് അറിയാത്തതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നതിന് പകരം DKയുടെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം നീ കൂട്ടി. ഒരു പരിധിക്കപ്പുറം ആ വീട്ടിൽ ആരുമായും ഒരു ബന്ധവും ഉണ്ടാക്കരുതെന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ നീ പത്മാവതി അമ്മയുമായി പിരിയാനാവാത്ത വിധം ബന്ധമുണ്ടാക്കി. ഇനി നിനക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്മാവതി അമ്മയുമായും ആ കുടുംബവുമായും അത്ര ആഴത്തിലൊരു ബന്ധം നീ ഉണ്ടാക്കിയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോ നീ അങ്ങനെ കയർത്ത് സംസാരിച്ചത്. അതിനുള്ള മറുപടിയാ നീ ഇപ്പൊ കണ്ടത്. അല്ല, എനിക്കറിയാമല്ലോ. എന്നിട്ട് ചോദിക്കോ, നിങ്ങളിത് എവിടത്തെ CBI-യാ? DK അയാളുടെ ഭാര്യയെ കൊന്നതിന് നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനോട് ദ്രോഹം കാണിക്കുന്നേ? ഒന്നും അറിയാത്ത എന്റെ അച്ഛനെ നിങ്ങൾ എന്തിനാ ചതിക്കുന്നേ? അച്ഛൻ അതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ തൂങ്ങി മരിക്കാൻ പോയത്? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു, തൽക്കാലം അമരാവതിയിൽ നേരിട്ട് വന്ന് കയറുന്നതിനോ റെയ്ഡ് ചെയ്യുന്നതിനോ എനിക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെയാ നീ ചോദ്യം ചെയ്യുന്നത്. അതെന്താണെന്ന് നിന്നോട് തുറന്നു പറയാൻ ഇപ്പൊ എനിക്ക് പറ്റില്ല. അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. അത് യഥാർത്ഥ സമയത്ത് നിനക്ക് മനസ്സിലാവും. പിന്നെ നിന്റെ അച്ഛനെ ഇനി ദ്രോഹിക്കണമെന്നൊന്നും എനിക്കില്ല. പക്ഷേ ഈ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇനി നീ എന്നോട് എതിര് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ചെയ്യാതിരുന്നാൽ രംഗരാജൻ ചെട്ടിയാർ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കും. നിന്റെ അച്ഛനും അമ്മയും അനുജത്തിയും അടക്കം എല്ലാവരും നാട് റോഡിലാകും. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ ദ്രോഹിക്കരുത് പ്ലീസ്. നിക്കവിടെ. കാറിൽ കയറ്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എനിക്ക് നിങ്ങളുടെ ഒരു സൗജന്യവും വേണ്ട. ഇത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഞാൻ പറഞ്ഞ ജോലി നീ എത്ര വേഗം ചെയ്യുന്നുവോ അത്ര വേഗം നിന്റെ അച്ഛൻ സർവീസിലേക്ക് തിരികെ കയറും. അതുപോലെ ആ ലോക്കർ എന്റെ കയ്യിൽ എത്തുന്ന നിമിഷം നിന്റെ അച്ഛൻ ഒപ്പിട്ട ഈ കടലാസുകൾ നിന്റെ കൈകളിലും എത്തും. നിനക്കെന്നെ വിശ്വാസമാണെങ്കിൽ വണ്ടി കയറാം. ഞാൻ നിന്നെ അമരാവതിയിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല.
ഡീക്ക് അയാളുടെ ഭാര്യയെ കൊന്നു നിങ്ങൾ പറയുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ ക്രൂരനാ നിങ്ങൾ. ചതിയനാ നിങ്ങൾ, ചതിയൻ. നീ എത്ര ചാടിയാലും ഇത് കയ്യിലിരിക്കുമ്പോ ഞാൻ പറഞ്ഞ വഴിക്ക് തന്നെ നീ വരും. ഇല്ലെങ്കിൽ വരുത്തും. ഇവർക്ക് നേരെ ഒച്ചയെടുക്കാൻ നിനക്കാർ അധികാരം തന്നത്? ഇഡിയറ്റ്സ്, ഫൂൾസ്, നീയൊക്കെ എന്താ വിചാരിച്ചേ? മായിച്ചി, എനിക്കറിയാം മായിച്ചിയുടെ മനസ്സിൽ എന്താണെന്ന്. ആശാലതയ്ക്ക് വേണ്ടി അമ്മ മായിച്ചെ താഴ്ത്തി സംസാരിച്ചതിന്റെ കലിപ്പല്ലേ? നമ്മൾ എന്ത് ചെയ്യാനും മായിച്ചി, എല്ലാവരും അവർക്ക് സപ്പോർട്ടാ. അതെ, അമ്മ ജ്യോതിക്ക് സപ്പോർട്ട്, ഡി കെ അമ്മയ്ക്ക് സപ്പോർട്ട്. നമ്മുടെ ഭർത്താക്കന്മാരോ ഡി കെ വരയ്ക്കുന്ന വര മറികടക്കാൻ മുട്ടുവിറയ്ക്കും. ചുരുക്കി പറഞ്ഞ എല്ലാം അവൾക്ക് സപ്പോർട്ട്. സ്വന്തം ഭർത്താക്കന്മാരുടെ പിന്തുണ പോലും നമുക്കില്ല. ആ ജ്യോതിക്കാണെങ്കിൽ മായിച്ചിയോട് ഒരു റെസ്പെക്റ്റും ഇല്ല. അല്ലെങ്കിൽ തന്നെ അവൾ എപ്പോഴാ എന്നെ റെസ്പെക്ട് ചെയ്തിരുന്നത്? എന്നെന്നല്ല, ആരെയും അവള് റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഡി കെയോടായാലും നമ്മളോടായാലും എന്തും പറയാൻ അവളുടെ നാക്കിന് ഒരു ലൈസൻസും ഇല്ല. അമ്മ പോലും അവളുടെ മുമ്പിൽ ഒന്നുമല്ല. നമ്മളൊക്കെ ഈ വീട്ടിൽ ആരാ? ഈ വീട്ടിനകത്ത് കിടന്ന് തേഞ്ഞു തീരുന്ന വെറും വീട്ടുപകരണങ്ങൾ. ഫ്രിഡ്ജും മിക്സിയും ഫാനും ഒക്കെ പോലെ വെറും വീട്ടുപകരണങ്ങളായിട്ട് തുരുമ്പെടുത്ത് ചാവാനാ നമ്മുടെയൊക്കെ വിധി. മായിച്ചി പറഞ്ഞത് ശരിയോ? ഈ വീട്ടിലെ മരുമക്കൾക്കും ഇവിടുത്തെ വീട്ടുപകരണങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല. മായിച്ചി, നമ്മൾ 3 പേരും ഇനി അങ്ങോട്ട് ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ. വേണ്ട, നിങ്ങളെ കൊണ്ടതിന് സാധിക്കില്ല. ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു. ആര് പറഞ്ഞു? ഇന്ന് വരെ മായിച്ചി പറയുന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ? മായിച്ചിയല്ലേ ഞങ്ങളുടെ അവസാന വാക്ക്? മിണ്ടരുത് നീ. അവസാന വാക്കുപോലും. എന്നിട്ടാണോടി അവള് ചെറുതായിട്ട് നിന്നെയൊക്കെ ഒന്ന് തുറന്നു വിട്ടപ്പോ നീയൊക്കെ മറുകണ്ഠം ചാടി അവൾക്ക് സ്തുതി പാടിയത്? അത് പിന്നെ ഞങ്ങളങ്ങനെ മറുകണ്ഠം ചാടിയതൊന്നും അല്ല. അവള് വഴിയാണെങ്കിലും എനിക്ക് ബാലുവിന്റെ ഒപ്പം ദുബായിൽ ജീവിക്കാൻ ഒരു അവസരം കിട്ടിയ അത് കളയണ്ടെന്ന് കരുതി. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആരവൾക്ക് സ്തുതി പാടിയിട്ടൊന്നുമില്ല. ഇനി പാടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. മതി മതി, അധികം കിടന്നുരുളണ്ട. ഇത്രയും നാൾ ഈ വീടിന്റെ ഭരണം എന്റെ കയ്യിലായിരുന്നു. ഞാൻ പറയുന്ന വാക്കിന് വിലയുണ്ടായിരുന്നു. ഞാൻ ഈ വീടിന്റെ നെടും തൂണായിട്ടാ ഇവിടെ ജീവിച്ചത്. നീയൊക്കെ ഇനി എത്ര മറുകണ്ഠം ചാടിയാലും ഈ വീടിന്റെ നെടും തൂണ് ഈ മായ തന്നെയാ. എന്നെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ആ ബേക്കറിക്കാരിയെ പ്രതിഷ്ഠിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ തകർന്നു പോവുമെല്ലാം. മായിച്ചി ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ വീടിന്റെ നട്ടെല്ലാം മായിച്ചു തന്നെയാ. പക്ഷെ അവളിനി ഈ വീട്ടിൽ ഡി കെയുടെ ഭാര്യ എന്ന അധികാരത്തോടെ ജീവിച്ച ഈ നട്ടെല്ലാം അവൾ ഓടിക്കും. മായിച്ചി, ഈഗോ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈഗോ അത് തന്നെയായിരിക്കും ഇനി അവളെ തോൽപ്പിക്കാനുള്ള എന്റെ ആയുധം.
എവിടെയാണോ ജ്യോതിയുടെ ഈഗോയ്ക്ക് തീ പിടിക്കുന്നത് അവിടുന്ന് തുടങ്ങും ഞാൻ. എന്നുവെച്ചാ മായച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അവൾക്ക് വേദനിക്കുന്നത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് അപമാനിക്കപ്പെടുമ്പോഴാ. അവളുടെ അച്ഛനും അമ്മയും അനിയത്തി അവളുടെ ജീവന. അവരെ വെച്ച് കളിക്കും ഞാൻ. അവളുടെ പേരൻസിന് നൊന്താൽ അവൾ പ്രതികരിക്കും, ആരോടായാലും. ആ അവസരം നന്നായിട്ടൊന്ന് മുതലെടുത്താൽ ജ്യോതിയെ ഇവിടുന്ന് ഇറക്കിവിടാം എന്നേക്കുമായി. പിന്നീട് ഒരിക്കലും നമുക്കവളുടെ മുഖം കാണാതെ ജീവിക്കാൻ സാധിക്കും. വരാൻ പോകുന്ന ന്യൂ ഇയർ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിരിക്കും. ഒപ്പം ജ്യോതിയുടെ ഈ വീട്ടിലെ അവസാന ദിനവും. അവളെ പൊളിച്ചടുക്കും ഞാൻ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ ലോട്ടർ ലോസിന് നല്ല ബുദ്ധി കൊടുക്കണേ. ജ്യോതി ഇപ്പോ ഡികെയുടെ ലൈഫിലെ വൈഫൈയാ. വൈഫൈ ഉണ്ടെങ്കിലല്ലേ നെറ്റ്വർക്ക് കണക്ട് ആവുള്ളൂ കണ്ണ. അതുപോലെ വൈഫ് ഉണ്ടെങ്കിലേ അവൻ നന്നാകും. അതുകൊണ്ട് അവന്റെ മൈൻഡ് മാറണം. നീ അത് മാറ്റിയേ പറ്റൂ. ദേ, അതിനിടയ്ക്ക് ആ മരുമക്കളുടെ കാര്യം കൂടെ നീ നോക്കിക്കോണം കേട്ടോ. ദേ, ടൈം ഇല്ലാന്ന് പറഞ്ഞോ നീ എന്നെ അവോയ്ഡ് ചെയ്യരുത് കണ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ, ആ എന്താ പെട്ടി? വാട്ട് ഹാപ്പൻ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. അതിനെന്താ, നീ സംസാരിച്ചോ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എനിക്ക് ആകെ ടെൻഷൻ ആവുന്നമ്മേ. വാട്ട് ടെൻഷൻ? ടെൽ മീ. ഈ വീട്ടിലിപ്പോ ഇടയ്ക്കിടെ പണ്ടില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അടുത്ത പ്രശ്നം എപ്പോഴാ വരുന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ. അടുത്ത കാലം വരെ നമ്മുടെ വീട് സ്വർഗമായിരുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ എവിടെയൊക്കെയോ എല്ലാരും തമ്മിലൊരു അകൽച്ച വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. യു ടെൽ ട്രൂത്ത്. സത്യം നീ പറഞ്ഞത്. പക്ഷേ അതിന് നിങ്ങളൊക്കെ കാരണക്കാരാണ്. ഞങ്ങള് മാത്രമാണോ അമ്മേ അതിന് കാരണക്കാര്? അല്ല, എല്ലാവരും കാരണക്കാരാ. പക്ഷെ ഇനി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊക്കെ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ ഡികെക്ക് സന്തോഷമാവൂ. എല്ലാരും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുത്തേ പറ്റൂ. വാട്ട് വൈ? എങ്ങനെ? തുമാര ഐഡിയ വെരി ഗുഡ്, ബഹുത്ത് അച്ഛാ ഹേ. പക്ഷെ അത് നടപ്പിലാക്കാൻ എന്താ ഒരു വഴി? വഴിയുണ്ടമ്മേ. വരാൻ പോകുന്ന ന്യൂ ഇയർ ആഘോഷത്തോടെ എല്ലാം അവസാനിക്കണം. എല്ലാ ബന്ധുക്കളും വരണം. ചിത്രയുടെ വീട്ടുകാരും താരയുടെ അച്ഛനും അമ്മയും എല്ലാവരും വരണം. പക്ഷേ ഒരു കാര്യം അമ്മ ഞങ്ങൾക്ക് വാക്ക് തരണം. ആ ജ്യോതിയുടെ വീട്ടുകാരെ മാത്രം വിളിക്കാൻ പാടില്ല. അമ്മേ, ഞാൻ പറഞ്ഞതിന് അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. അമരാവതിയിലെ ബന്ധുക്കളെ വേർതിരിച്ച് കാണണമെന്നാണോ നീ പറയുന്നത്? അതിനാണോ ഞാൻ നിനക്ക് റിപ്ലൈ തരേണ്ടത്? എല്ലാരും ഒരുപോലെയല്ലേ? ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ അവരെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? യഥാർത്ഥത്തിൽ നോക്കിയാ
ജ്യോതിയുടെ ബന്ധുക്കളല്ലേ ആദ്യം വിളിക്കേണ്ടത്. നിങ്ങൾ ഈ വീട്ടിലെ ലിറ്റിൽ മരുമക്കളാ, കൊച്ചുമക്കളുടെ വൈഫുമാ. പക്ഷെ ജ്യോതിയോ എന്റെ മരുമകളാ, ഈ വീടിന്റെ മരുമകൾ. സുപ്രിയയ്ക്ക് പകരം എന്റെ മകന്റെ ജീവിതത്തിലേക്ക് വന്ന അവക്കല്ലേ ഈ വീട്ടിലെ ഒന്നാം സ്ഥാനം. നിങ്ങളുടെ അമ്മായിമ്മയാ ജ്യോതി. അവിടെ ബന്ധുക്കളെ വിളിക്കാതെ ഈ വീട്ടിലൊരാഘോഷം നടക്കില്ല.